ഇന്ത്യ സഖ്യത്തിന്റെ നിർണായക യോഗം ഇന്ന് ചേരാനിരിക്കെ രാഹുൽ ഗാന്ധിക്കെതിരെ ഡൽഹിയിൽ വ്യാപക ഫ്ലെക്സ്. ഇന്ത്യ സഖ്യ നേതാക്കളുടെ ചിത്രങ്ങൾ സഹിതമുള്ള ഫ്ലെക്സാണ് പ്രത്യക്ഷപ്പെട്ടത്. മുൻകാലങ്ങളിൽ ഇന്ത്യ സഖ്യത്തിലെ നേതാക്കളുടെ കോൺഗ്രസിനെതിരെ നടത്തിയ പ്രസ്താവനകളാണ് ഫ്ലെക്സിൽ. രാഹുൽ ഗാന്ധിക്ക് സാധാരണ പ്രവർത്തകന്റെ വിവേകം പോലുമില്ലെന്ന പിണറായി വിജയന്റെ പഴയ പ്രസ്താവന ഫ്ലെക്സിലുണ്ട്. മാസങ്ങൾക്ക് ശേഷം ഇന്ത്യ സഖ്യ യോഗം നടക്കാനിരിക്കെയാണ് ഡൽഹിയിൽ വ്യാപകമായി പോസ്റ്ററുകൾ പ്രചരിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. ഈ പോസ്റ്ററുകൾ ഇപ്പോൾ വന്നിരിക്കുന്നത് പിണറായി വിജയൻ, മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ളവരുടെ പേരിലാണ് പോസ്റ്റർ വന്നിരിക്കുന്നത്. ഈ പോസ്റ്റർ വന്നിരിക്കുന്നത് പാർലമെന്റിന്റെ തൊട്ട് മുന്നിലാണ് എന്നുള്ളൊരു കാര്യമാണ് എടുത്തു പറയേണ്ട കാര്യം. പാർലമെന്റിന് ഏതാനും മീറ്ററുകൾക്ക് മുന്നിൽ തന്നെയാണ്, അവിടെയുള്ള ഗോൾ ചക്രയിലാണ് ഈ പോസ്റ്ററുകൾ വന്നിരിക്കുന്നത്. കേവലം പിണറായി വിജയന്റെ പേരിൽ മാത്രമല്ല, ശരത് പവാർ, മമതാ ബാനർജി, അരവിന്ദ് കെജ്രിവാൾ, ഭഗവന്ത് മാൻ തുടങ്ങിയ നേതാക്കന്മാരുടെ, അതായത് ഇന്ത്യ സഖ്യത്തിലുള്ള നേതാക്കന്മാരുടെ പേരിൽ തന്നെയാണ് ഈ വന്നിരിക്കുന്നത്. ഇപ്പോൾ പിണറായി വിജയൻ പറഞ്ഞിരിക്കുന്നതായ ഈ വാചകങ്ങൾ നാം ഒന്ന് വായിക്കുകയാണെങ്കിൽ, രാഹുൽ ഗാന്ധി വളരെ പ്രധാനപ്പെട്ട ഒരു ഉന്നതനായ നേതാവാണ്, ദേശീയതലത്തിൽ പ്രവർത്തിക്കുന്ന നേതാവാണ്. പക്ഷേ ഒരു സാധാരണ ഒരു കോൺഗ്രസ് പ്രവർത്തകന്റെ ഒരു അടിസ്ഥാനപരമായ ഒരു ധാരണ പോലും അദ്ദേഹത്തിന് ഇല്ല എന്നുള്ളൊരു കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് ഈ പാർട്ടികൾ, ഇന്ത്യ സഖ്യത്തിലെ തന്നെ പാർട്ടികൾ പലരും പരസ്പരം മത്സരിക്കാറുണ്ട്. ആ സമയത്ത് കോൺഗ്രസിനെതിരെ പറയുന്നത്, രാഹുൽ ഗാന്ധിക്കെതിരെ പറയുന്നത്, പലപ്പോഴും സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ മഹാരാഷ്ട്രയിൽ ശരത് പവാറുമായി ബന്ധപ്പെട്ട ഒരു കോലാഹലമുണ്ടായപ്പോൾ അവിടെ പറയുന്നത്, അതെല്ലാം അടർത്തി മാറ്റിയതിനു ശേഷം രാഹുൽ ഗാന്ധിക്ക് ഇന്ത്യ സഖ്യത്തിനെയോ കോൺഗ്രസിനോ നയിക്കാൻ കഴിയില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ടുള്ള ഒരു പോസ്റ്റുകളാണ് വന്നിരിക്കുന്നത്. ഈ പോസ്റ്റുകളുടെ ഉറവിടം വ്യക്തമാക്കിയിട്ടില്ല. ആരാണ് ഈ ഫ്ലെക്സ് അടിച്ചിരിക്കുന്നത്, എപ്പോൾ, ഏത് സംഘടനയുടെ അല്ലെങ്കിൽ ഏത് വ്യക്തിയുടെ പേരിലാണ് വന്നിരിക്കുന്നത് എന്നുള്ളൊരു കാര്യം ഒന്നും വ്യക്തമായിട്ടില്ല. പക്ഷേ നേരത്തെ ഇത്തരത്തിലുള്ള ഇന്ത്യ സഖ്യത്തിൻ്റെ തരത്തിലുള്ള ഒരു പോസ്റ്ററുകൾ പല സ്ഥലത്തും പ്രത്യക്ഷപ്പെടുമ്പോഴും ഡൽഹിയിൽ ഉണ്ടായിരുന്നില്ല. കാരണം ഡൽഹിയിൽ ഭരിക്കുന്നത് അന്ന് ആം ആദ്മി പാർട്ടി ആയിരുന്നു. അതുകൊണ്ട് ഡൽഹിയിൽ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ BJP തന്നെയാണ് ഡൽഹിയും ഭരിക്കുന്നത്, ഡൽഹി സംസ്ഥാനവും ഭരിക്കുന്നത്. കേന്ദ്ര സർക്കാരും കേന്ദ്ര ഭരണവും BJPക്ക് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള പോസ്റ്ററുകൾ വരുന്നു എന്നുള്ള നിരീക്ഷണത്തിലാണ് രാഷ്ട്രീയ നിരീക്ഷകരുള്ളത്. കാര്യം, പാർലമെന്റിന് മുമ്പാകെ കനത്ത സുരക്ഷയുള്ള 144 എല്ലാ ദിവസവും പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്ന പൂർണ്ണമായും ഒരു CCTV നിരീക്ഷണത്തിലുള്ള സ്ഥലത്താണ് ഇത്തരത്തിൽ രാഹുൽ ഗാന്ധിക്കെതിരെ, രാജ്യത്തെ പ്രതിപക്ഷ നേതാവിനെതിരെ വ്യാപകമായ പോസ്റ്ററുകൾ പ്രചരിച്ചിരിക്കുന്നത്.